ഹായ് ഗൈസ്. സോ നമ്മൾ ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന മുമ്പ് ഒരു ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റും വിൻഡോ ഒബ്ജക്റ്റും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ അതിന് ഞാൻ സിംപ്ലിസ്റ്റ് ആയിട്ട് ബേസിക് സ്റ്റാർട്ടിംഗ് പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. സോ ഇത് ഞാൻ തൽക്കാലം ഗിറ്റിലൊന്നും ഇടുന്നില്ല, കാരണം ഒന്നുമില്ല. ഇതിൽ app.js നമ്മൾ വിളിക്കുന്നുണ്ട്. ഇവിടെ HTML app.js ഞാൻ സ്ക്രിപ്റ്റ് ടാഗിൽ പറയുന്നുണ്ടെങ്കിലും, പക്ഷേ app.js empty ആണ് ഇപ്പോൾ. കറൻ്റ്ലി ഒന്നുമില്ല. HTML കാര്യമായിട്ടൊന്നുമില്ല. HTML ഇതുണ്ട്, പിന്നെ ടാഗ് ഉണ്ട്, ഹെഡ് ടാഗ് ഉണ്ട്, പിന്നെ അതോടൊപ്പം കുറച്ച് മെറ്റാ ടാഗ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ ഡോം ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തു. സ്ക്രിപ്റ്റ് ഈ app.js ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്ലോസിംഗ് ടാഗ്സ്, കറസ്പോണ്ടിങ് ക്ലോസിംഗ് ടാഗ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ app.js ഡിഫറായി ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ HTML പാഴ്സ് കഴിഞ്ഞ ശേഷം ജാവാസ്ക്രിപ്റ്റ് ബേസിക്കലി റൺ ചെയ്യും. ഇതാണിപ്പോൾ പരിപാടി. സോ ബ്രൗസറിൽ നമ്മളിത് സേവ് ചെയ്തിട്ട്, ഓക്കെ, എന്നിട്ട് നമുക്കിത് ഇൻസ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി എന്നിട്ട് കൺസോള് കൊടുത്തിട്ട് ഇവിടെ ഞാൻ തൽക്കാലം കൺസോളിൽ ടൈപ്പ് ചെയ്യുന്നത് ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, ഡോക്യുമെൻ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടി, അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രേഞ്ച് ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഓക്കെ, HTML പോലുള്ള റെപ്രസെൻറ്റേഷനാണ് ഇത്. ക്രോം ഡെവ് ടൂൾസിൻ്റെ ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഞാനൊരു യൂസ് ചെയ്യുന്നത് എഡ്ജാണ്. സോ നമുക്ക് ക്രോമിലേക്ക് ഇട്ട് കഴിഞ്ഞാലും ഇൻസ്പെക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡോക്യുമെൻ്റ്, സോ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് കിട്ടുന്നത് ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡെവ് ടൂളിൻ്റെ ഒരു ഫീച്ചറാണെന്ന് പറയും. അപ്പോൾ ഞാൻ നേരത്തെ എഡ്ജ് യൂസ് ചെയ്തിരുന്നത്. സോ സെയിം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ക്രോമിലും കിട്ടുന്നത്. സോ ഇത് നമ്മൾ ഡെവ് ടൂൾസിൻ്റെ കറസ്പോണ്ടിങ് ബ്രൗസറിൻ്റെ ഡെവ് ടൂൾസിൻ്റെ ഫീച്ചറാണ്. ഓക്കെ, സോ ആക്ച്വലി ഡോക്യുമെൻ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് തന്നെയാണ്. ബട്ട് അത് ലോഡഡ് HTML ടൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഡെവ് ടൂൾസിൽ അത് HTML വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ എലമെൻറ്റ്സ് ഒക്കെ കുറച്ച് ഹൈലൈറ്റ് ആയെന്ന് കാണാം. ഇപ്പം ഞാനത് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത് മൊത്തം ഹൈലൈറ്റായി. കറസ്പോണ്ടിങ് HTML ഹെഡ് ബോഡി ഇതൊക്കെ കറസ്പോണ്ടിങ്ങിലി ഹൈലൈറ്റ് ആവും. കണ്ടോ? സോ നമുക്ക് കാണാം. ഇനി നമുക്ക് വെച്ചാൽ കൺസോൾ സംടൈംസ് HTML സ്റ്റൈൽ ഔട്ട്പുട്ടൊക്കെ കൊടുക്കുക, നമുക്ക് പ്രോപ്പർട്ടീസൊക്കെ വേണം. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൺസോൾ .dir യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡോക്യുമെൻ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പ്രോപ്പർ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, കൺസോൾ.log അല്ല ഞാൻ കൊടുത്തത്, കൺസോൾ.dir ആണ് കൊടുത്തിരുന്നത്. സോ അതെന്ന് വെച്ചാൽ പ്രോപ്പർ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ് ഒക്കെ കാണാൻ പറ്റും. കറസ്പോണ്ടിങ് പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ. ഓക്കെ, ഇവിടെ കുറച്ചധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാവും. കണ്ട, ഞാൻ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി അധികം പ്രോപ്പർട്ടീസ് നമുക്കിവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എല്ലാം ഉപയോഗിക്കേണ്ടി വരില്ല, ബട്ട് കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഒന്ന് യൂസ് ചെയ്യേണ്ടി വരും നമുക്ക്. സോ നമ്മൾ പോകെ അതൊക്കെ യൂസ് ചെയ്യും. അത് കാണിക്കാൻ വേണ്ടി എടുത്തൊന്നുള്ളൂ. ഇതിലെല്ലാം എനിക്കറിയില്ല താനും. ഓക്കെ, ഇനി ഞാനത് ഇത് ചെയ്തിട്ട് അടുത്ത കൺസോൾ.log എഴുതാം. കൺസോൾ.dir തന്നെ കൊടുക്കുന്നത് ഡോക്യുമെൻ്റ് .body കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും കുറച്ച് പ്രോപ്പർട്ടീസ് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത് ബോഡിയിലുള്ള റെൻഡഡ് കണ്ടൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ലേറ്റർ നമുക്ക് എലമെൻറ്റ്സ് ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ ഇതൊക്കെ സൂപ്പർ യൂസ്ഫുള്ളാണ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ എന്താ സംഭവിക്കണേ എന്നുള്ളത്. ഇനി ബേസിക്കലി എന്ന് വെച്ചാൽ ഡോക്യുമെൻ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞ അവിടുത്തെ നമുക്ക് എൻ്റെ HTML കിട്ടും. ഓക്കെ, അത് ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതുള്ളൂ. കൺസോൾ.dir ഡോക്യുമെൻ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് എൻ്റെ HTML ഇവിടെ കിട്ടും ആക്ച്വലി. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് HTML നോഡാണ് കിട്ടുന്നത്.
അതെന്ന് വെച്ചാൽ എൻ്റർ HTML സ്ട്രക്ചറാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ സെയിം തന്നെയാണ് ആക്ച്വലി നമുക്ക് ഇനി ഞാൻ എൻ്റർ HTML എടുത്തു. ഇനി അതിന് പകരം വേണമെങ്കിൽ നമുക്കൊരു console.log കൊടുത്തിട്ട് ഞാൻ document.head കൊടുക്കാം. ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കിവിടെ എന്ത് കിട്ടി, ഹെഡിലുള്ള കണ്ടൻസ് ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റും. എന്ന് വെച്ചാൽ സോ ബോഡി പ്ലസ് ഹെഡ് പ്ലസ് HTML എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഡോക്യുമെൻ്റ് എലമെൻറ്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എല്ലാം കൂടി ചേർത്താണ് കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ് സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, document.head document. ബോഡി പിന്നെ HTML ഒക്കെ പറഞ്ഞെടുത്ത് എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് ഡോക്യുമെൻറ്റ് സ്ട്രക്ചർ എന്നുള്ളത്. ഇനി ബേസിക്കലി നമുക്ക് വിൻഡോ ഒബ്ജക്ട്സ്, സോ ഡോക്യുമെൻറ്റ് ഒബ്ജക്ട്സ് ആണ് ഞാൻ അത് ഗോ ത്രൂ ചെയ്തത് ഇപ്പോൾ ഇത്ര നേരം. ഇനി നമുക്ക് ബേസിക്കലി വിൻഡോ ഒബ്ജക്ട്സും കൂടി ചെക്ക് ചെയ്യാം എന്താണെന്നുള്ളത്. ഓക്കെ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു വിൻഡോ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ടോപ്പ് മോസ്റ്റ് ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണ് ബ്രൗസർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ബ്രൗസർ റെസ്പോൺസ് ചെയ്യുന്ന കോർ APIs എല്ലാം വിൻഡോസിലാണ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അലേർട്ടൊക്കെ. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ പലതവണ യൂസ് ചെയ്തിട്ടുണ്ട് അലേർട്ട്. ടെക്നിക്കലി അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ window.alert ഞാനിവിടെ ഹായ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ അലർട്ട് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ബേസിക്കലി എന്താ വെച്ചാൽ അലർട്ട് എന്ന് മാത്രമേ ചെയ്തുള്ളൂ, വിൻഡോ ഡോട്ട് എന്ന് ഇതില്ല അല്ലേ, നമ്മൾ ചുമ്മാ അലർട്ട് ഹായ് എന്ന് പറഞ്ഞ് കൊടുക്കാറുള്ളൂ. സോ ഇത് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രൗസർ ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് വിൻഡോയിൽ നിന്നാണ് സെർച്ച് ചെയ്യുന്നത്. സോ പറയുകയാണെങ്കിൽ ഇഫ് ഇറ്റ് കാൺ ഫൈൻഡ് എ വേരിയബിൾ ഓർ ഫംഗ്ഷൻ ലോക്കലി ഇറ്റ് ചെക്സ് ഇൻസൈഡ് ദി വിൻഡോ. സോ ബേസിക്കലി അതെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു വേരിയബിളോ ഫംഗ്ഷനോ ലോക്കലി കണ്ടെത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബ്രൗസർ എന്ത് വെച്ചാൽ ബൈ ഡീഫോൾട്ട് വിൻഡോയിൽ ചെക്ക് ചെയ്യും. അപ്പോൾ window.alert ഉണ്ടാവും. സോ അതിങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ യൂഷ്വലി കൊടുക്കുന്നത് അലർട്ടാണ്. സോ അലർട്ട് ലോക്കലി ഇവിടെ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ window.alert ഉണ്ടോ നോക്കും. എന്ന് വെച്ചാൽ window ഈ അലർട്ട് പ്രോപ്പർട്ടി വല്ലയിടത്തും അലർട്ട് ഫംഗ്ഷൻ ഈ വിൻഡോ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ നോക്കും. എന്നിട്ട് അത് ഉള്ള സ്ഥിതിക്കാണ് അങ്ങനെയാണ് നമുക്ക് ഈ അലർട്ട് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ബ്രൗസർ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ window. എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അലർട്ടൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുക. ഇപ്പോൾ console.dir ബേസിക്കലി അങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഡോക്യുമെൻറ്റും അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ബേസിക്കലി വിൻഡോ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലത്തെ പ്രോപ്പർട്ടീസാണ് നമുക്ക് പറയാൻ പറ്റും. പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതെല്ലാം വിൻഡോയുടെ ഉള്ളിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി വിൻഡോയുടെ ഉള്ളിൽ തന്നെ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. സോ window.document എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് തന്നെ കിട്ടുന്നത്. ഓക്കെ, കാരണം ഞാൻ മുമ്പത്തെ പറഞ്ഞ പോലെ ബ്രൗസർ ഓട്ടോമാറ്റിക്കലി ലുക്ക് ചെയ്യും ആക്ച്വലി window. ഇപ്പോൾ ഡോക്യുമെൻറ്റ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ window. ഉണ്ടോ നോക്കും. സോ window.document അതിൽ വർക്ക് ആവും. സെയിം ലോജിക്കാണ് window.console.dir വർക്ക് ചെയ്യുന്നത്. നമ്മൾ console.dir എന്ന് എഴുതിയാലും ഇൻറ്റേർണലി അതെന്താ വെച്ചാൽ window.console.dir ആണ് കൊടുക്കുന്നത്. സോ വിൻഡോസ് ബേസിക്കലി എന്ന് വെച്ചാൽ കുറേ എലിമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ കൊടുക്കും ആക്ച്വലി. ഓക്കെ, ലൈക്ക് അലേർട്ട്, പ്രോംപ്റ്റ്, കൺഫേം, ലൊക്കേഷൻ, ഹിസ്റ്ററി, ഇവൻറ്റ്സ്, ഡയമെൻഷൻസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ window.outer height, എനിക്ക് ഔട്ടർ ഹൈറ്റ് കിട്ടണം അല്ലെങ്കിൽ ഔട്ടർ വിഡ്ത്ത് കിട്ടണമെങ്കിൽ window.outer height, window.outer width ഒക്കെ വെച്ച് കിട്ടാൻ പറ്റും. ഇത് കറണ്ട് ബ്രൗസർ വിൻഡോ അല്ലെങ്കിൽ ടാബ് ഡയമെൻഷൻസ് റിലേറ്റഡ് വാല്യൂസ് ആണ്. ഓക്കെ, ഓൾസോ നോട്ട് വിൻഡോ എന്നുള്ള പേരുള്ളത് കൊണ്ട് ഫുൾ സിസ്റ്റം വിൻഡോ എന്നാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, ഇറ്റ് ബേസിക്കലി കറണ്ട് ടാബ് അല്ലെങ്കിൽ കറണ്ട് പേജിൻ്റെ കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ യു കനോട്ട് യൂസ് വിൻഡോ ടു റീഡ് ഡിഫറെൻറ്റ് ടാബ്സ് കണ്ടന്റ്. ഓക്കെ, സോ ഇതാണ് ഒരു ഐഡിയ ഞാൻ കൊടുക്കുന്നത് വിൻഡോയുടെ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.